കൊല്ലം പുന്നലൂരിൽ ഇന്നലെയുണ്ടായ ഇടിമിന്നലിൽ വീടിന് വൻ നാശനഷ്ടം. 2 നില വീടിന്റെ മുകളിലത്തെ മുറി പൂർണ്ണമായി കത്തി നശിച്ചു. വീട്ടുകാർ താഴത്തെ നിലയിലായിരുന്നതിനാലാണ് ആളപായം ഒഴിവായത്. മനോജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മനോജ്, ഇന്നലെ മലപ്പുറത്ത് നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്നതായ ദുഃഖകരമായിട്ടുള്ള വാർത്ത പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. പുന്നലൂരിലെ ഈ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? മുകളിലത്തെ നില പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണോ ഇടിമിന്നലിൽ? ഗൗതം, കഴിഞ്ഞ ദിവസം ഈ കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കോട്ടവട്ടത്ത് 2 നില കെട്ടിടത്തിൽ, അതായത് താഴെയായിരുന്നു വീട്ടുകാരുണ്ടായിരുന്നത്. മുകളിലേക്ക് ശബ്ദം കേട്ടാണ് ഇവർ എത്തുന്നത്. എത്തിയപ്പോഴേക്കും ഇവിടെ ആകെ തീ പടർന്നിരിക്കുന്നു. അതായത് ഈ മുകളിലത്തെ 2 നില വീടിൻ്റെ മുകളിലത്തെ നില കത്തി നശിക്കുകയായിരുന്നു. വീട്ടു സാധനങ്ങളടക്കം നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വീട്ടുകാർ താഴത്തെ നിലയിലായിരുന്നതിനാലാണ് ഈ വലിയൊരു അപകടം ഒഴിവായത്. കഴിഞ്ഞ ദിവസം ഇതിന് സമീപം തന്നെയാണ് ഈ നെല്ലിപ്പള്ളിയിൽ മണ്ണിടിഞ്ഞു വീണ്, അതായത് ഈ കോൺക്രീറ്റ് വാളടക്കം ഇടിഞ്ഞു വീണ ഒരു അപകടമുണ്ടായി. അതിൽ ഒരു തൊഴിലാളി മരിക്കുകയും ചെയ്തു. സർവീസ് സ്റ്റേഷന് മുകളിലേക്കാണ് ഈ കോൺക്രീറ്റ് വാൾ ഇടിഞ്ഞു വീഴുകയും അവിടെ ഉണ്ടായിരുന്ന ലോറിക്ക് മുകളിലൂടെ വാളിടിഞ്ഞു വീഴുന്ന ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന തൊഴിലാളി മരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കിഴക്കൻ മേഖലയിലാണ് ഈ മഴയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടരുന്നത്. എന്തായാലും ഈ വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെയധികം സുരക്ഷിതരായി തന്നെ അവരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം 2ാമത്തെ നിലയിലാണ് ഈ മിന്നലേൽക്കുന്നതും തുടർന്ന് അവിടെ തീ പടരുന്നതും. എന്തായാലും നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ഈ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെ അടക്കം വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നു. എന്തായാലും നിലവിൽ ആശങ്കയിലാണ് ഈ പുനലൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. വേനൽക്കാലമായി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെ കൂടുതലായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കിഴക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓക്കെ മനോജ്, കൊല്ലം ജില്ലയിലെ പുന്നലൂരിലാണ് വീടിന്റെ മുകൾ ഭാഗം ഇടിമിന്നലിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. മലപ്പുറത്ത് ഇന്നലെ ഇടിമിന്നലിൽ വലിയ ദുരന്തം സംഭവിച്ചത് നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മിന്നലുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ദുരന്ത വാർത്തകൾ വരുന്നുണ്ട്. മനോജാണ് വിശദാംശങ്ങളുമായി ചേർന്ന്